താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നടി അൻസിബ ഹസൻ കൊടുത്ത പരാതിയിൽ പോലീസിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് ഇന്നറിയാം. അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പോലീസിലേക്ക് ഇന്നലെ തന്നെ കൈമാറിയിരുന്നു. രശ്മി പ്രിയയ്ക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കുമെതിരെ കേസെടുക്കണമെന്നും ഇവരിൽ നിന്നും 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം ഈടാക്കി തനിക്ക് നൽകണമെന്നുമാണ് പരാതിയിലെ ഒരാവശ്യം. അൻസിബയെയും പരാതിയിലുള്ള മറ്റുള്ളവരെയും കേൾക്കാൻ തയ്യാറായ അമ്മ നേതൃത്വം അൻസിബ മുന്നോട്ട് വെച്ച ആവശ്യം ഇതുവരെ പൂർണ്ണമായി പരിഗണിച്ചിട്ടുമില്ല. നവമി ദിനേശുണ്ട്. നവമി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നേരത്തെ തന്നെ ഇനി അമ്മയിൽ പരാതിപ്പെടാനില്ല, താൻ നിയമപരമായ വഴികൾ തേടുന്നു എന്ന് അൻസിബ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. മുഖ്യമന്ത്രി അത് പോലീസിനെ കൈമാറി. അതിനർത്ഥം പോലീസ് ഇതിൽ FIR രജിസ്റ്റർ ചെയ്താൽ നടപടിക്രമങ്ങൾ ഇനി അമ്മ പരിഗണിച്ചാലും ഇല്ലെങ്കിലും മറ്റൊരു തരത്തിലേക്ക് കടക്കും. എന്താണ് ഇന്നത്തെ പോലീസിൻ്റെ നീക്കം പ്രതീക്ഷിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പരാതി DGP വഴി എത്താൻ പോകുന്നത് എറണാകുളത്തേക്കാണ്, കൊച്ചിയിലാണ്. ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലേക്കാണ് വരുന്നത്? ഇന്ന് എന്ത് നടപടി ഉണ്ടാവും? സജിത്ത്, നിലവിൽ അൻസിബ നൽകിയിരിക്കുന്ന പരാതി അത് ലക്ഷ്മിപ്രിയ നൽകിയ പരാതിക്ക് കൗണ്ടറായിട്ടുള്ള ഒരു പരാതിയാണ്. അതായത് ലക്ഷ്മിപ്രിയ നേരത്തെ ഒരു പരാതി അൻസിബയ്ക്കെതിരെ നൽകിയിരുന്നു. ആ പരാതിയിൽ പറയുന്നത് അൻസിബയുടെ ഒരു മെസ്സേജ് അത് തൻ്റെ കുടുംബജീവിതത്തെ തന്നെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലൊരു മെസ്സേജ് അയച്ചു. അത് ചോദ്യം ചെയ്തിട്ടും അൻസിബ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയില്ല. അങ്ങനെ തൻ്റെ കുടുംബം തകർക്കുന്ന രീതിയിലേക്ക് അൻസിബയുടെ ഈ മെസ്സേജും മറ്റ് ചില പ്രവർത്തികളുമൊക്കെ നീങ്ങി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തൃപ്പൂണിത്തുറ SIക്ക് ഒരു പരാതി നൽകിയത്. ആ പരാതിയിൽ തൃപ്പൂണിത്തുറ വനിതാ SI അൻസിബയെ വിളിപ്പിക്കുകയും 3 മണിക്കൂർ നേരം ചോദ്യം ചെയ്ത് ഒടുവിൽ അൻസിബയിൽ നിന്നും ഖേദം എഴുതി വാങ്ങിച്ചതിന് ശേഷമാണ് പറഞ്ഞു വിട്ടത്. ആ ഒരു കേസ്, അതായത് അൻസിബയെ അന്ന് 3 മണിക്കൂർ സ്റ്റേഷനിലിരുത്തി മാനസികമായി വലിയ സമ്മർദ്ദത്തിലാഴ്ത്തി ഈ ഖേദം എഴുതി വാങ്ങി പറഞ്ഞയച്ചു. അത് തനിക്ക് മാനസികമായി വലിയ വിഷമമുണ്ടാക്കി. തനിക്കെതിരെ ഒരു വ്യാജ പരാതിയാണ് ലക്ഷ്മിപ്രിയ തൃപ്പൂണിത്തുറ പോലീസിന് നൽകിയത്. അപ്പോൾ ആ ഒരു നടപടിയിൽ തൃപ്പൂണിത്തുറ വനിതാ SI രേഷ്മയ്ക്കെതിരെയും ലക്ഷ്മിപ്രിയക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അൻസിബ പരാതി നൽകിയത്. ആ പരാതിയാണ് ആഭ്യന്തരമന്ത്രി കൊച്ചി പോലീസിന് കമ്മീഷണർക്ക് കൈമാറിയിരിക്കുന്നത്. എന്നാലും കമ്മീഷണർ അത് ഏത് പരിധിയിലാണ് വരുന്നത് അതനുസരിച്ച് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറാനാണ് സാധ്യത. എന്തായാലും ഇന്ന് തന്നെ കമ്മീഷണർ അതിലൊരു നടപടി എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തുറ SIക്കെതിരായിട്ടുള്ള പരാതി ആയതിനാൽ തൃപ്പൂണിത്തുറ പോലീസിൽ തന്നെ ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ തൊട്ടടുത്ത പരിധിയിലോ അല്ലെങ്കിൽ മറ്റ് പരിധിയിലോ സെൻട്രലിലോ ആയിരിക്കും ഈ പരാതി കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. എന്തായാലും ഇന്ന് അത് ഏത് പരിധിയിലായിരിക്കും ആ പരാതി വരിക, ഈ അൻസിബയുടെ പരാതിയെ തുടർന്ന് എന്ത് നടപടിയായിരിക്കും പോലീസ് സ്വീകരിക്കുക എന്നതൊക്കെ അറിയാനായി സാധിക്കും. മറ്റൊരു കാര്യം കൂടി അൻസിബ ഈ പരാതിയിൽ പറയുന്നു. തനിക്ക് നഷ്ടപരിഹാരം നൽകണം, 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് അൻസിബ ആ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. കാരണം 3 മണിക്കൂർ തന്നെ ഇരുത്തി മാനസികമായി വലിയ സമ്മർദ്ദത്തിലാഴ്ത്തി ഖേദം എഴുതി വാങ്ങി. അതും തൻ്റെ പേരിലുള്ള ഒരു വ്യാജ ആരോപണമാണ്, അല്ലെങ്കിൽ വ്യാജ പരാതിയാണ് ലക്ഷ്മിപ്രിയ ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുവരിൽ നിന്നും 1 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് കൂടി ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് കമ്മീഷണർ ഇന്ന് അതിലൊരു നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏത് പോലീസ് പരിധിയിലാണ് ഇത് വരുന്നതെന്നും നമുക്ക് ഇന്ന് തന്നെ അറിയാൻ കഴിയും. എന്തായാലും നിലവിൽ ഈ ഒരു പരാതി പോലീസിൽ മാത്രമാണ് അൻസിബ നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ മന്ത്രിക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത്. അമ്മ സംഘടനയെ നൽകിയിട്ടില്ല. അമ്മ സംഘടനയെ നൽകിയ പരാതി ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയാണ്. ടിനി ടോം വളരെ മോശമായി ഹൻസിബയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു. ഹൻസിബ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. ഈ ഹൻസിബയെക്കുറിച്ച് മറ്റ് ചില ആളുകളുടെ പേരുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ മോശമായ രീതിയിലേക്കൊക്കെ പ്രചാരണം ടിനി ടോം നടത്തിയെന്നാണ് അൻസിബ അമ്മയിൽ നൽകിയിരിക്കുന്ന പരാതി. ആ പരാതി കേൾക്കുന്നതിന് വേണ്ടി അമ്മ തയ്യാറായി. പക്ഷെ അപ്പോഴും അൻസിബ മുന്നോട്ട് വെച്ച നിർദ്ദേശം തൻ്റെ പരാതി കേൾക്കുന്നത് നിലവിലെ കമ്മിറ്റി അംഗങ്ങളായിരിക്കരുത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരിക്കരുത്. കാരണം ടിനി ടോമിനെ അനുകൂലിക്കുന്നവരും ഈ കമ്മിറ്റിയിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മോശമായി ചിത്രീകരിക്കുന്നവരുമൊക്കെ ഈ കമ്മിറ്റിയിലുണ്ട്. പകരം മറ്റ് 3 പേരായിരിക്കണം തൻ്റെ പരാതി കേൾക്കുന്നത്, നിഷ്പക്ഷമായി നിൽക്കുന്നവരായിരിക്കണം. അത് 3 പേരുടെ പേര് മുന്നോട്ട്
മുന്നോട്ട് വെച്ചത് ഒന്ന് രമേശ് പിഷാരടി MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടി, നടി മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ. അതിൽ ധ്യാൻ ശ്രീനിവാസൻ വിദേശത്താണ്. രമേശ് പിഷാരടി സഭയിലുണ്ട്, നിയമസഭ, പിന്നീട് MLA ആണ്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട്. തനിക്ക് ഈ വിഷയത്തിൽ തൽക്കാലം ഇടപെടാൻ കഴിയില്ല എന്ന് രമേശ് പിഷാരടി പറയുന്നുണ്ട്. മാല പാർവതി പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഈ ഒരു പരാതി കേൾക്കേണ്ടതില്ല, പകരം നിലവിലെ കമ്മിറ്റി അംഗങ്ങൾ തന്നെ കേട്ടാൽ മതി എന്നാണ് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും എടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ അതിനോട് ഹൻസിബ യോജിച്ചിട്ടുമില്ല. എന്തായാലും 1-ാം തീയതിക്ക് ശേഷം ഈ പരാതി, തനിക്ക് 1-ാം തീയതിയാണ് പരാതി കേൾക്കാൻ സൗകര്യപ്പെടുന്നതെന്നാണ് ഹൻസിബ മറുപടി നൽകിയിരിക്കുന്നത്. ആ പരാതി അന്ന് എന്താണോ സംഘടന നൽകുന്ന ഒരു വിശദീകരണം, അതിനുശേഷം തൻ്റെ ആവശ്യങ്ങൾ സംഘടന അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. അല്ല എന്നുണ്ടെങ്കിൽ, തനിക്ക് നീതി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ടിനി ടോമിനെതിരെ മന്ത്രിക്കും ആഭ്യന്തര മന്ത്രിക്കും പരാതി നൽകാനാണ് നിലവിൽ ഹൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. സജിത്ത്. യെസ്, അൻസിബ ഹസന്റെ പരാതിയിൽ എന്ത് നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതാണ്. മുഖ്യമന്ത്രിക്ക് എന്തായാലും പരാതി കിട്ടി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നീക്കം. അമ്മയിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്നതാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.